ഹായ്, നമസ്കാരം. ധനേഷ് സ്പീക്കിങ്ങിൻ്റെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നുമില്ല, നാട് മൊത്തം മഴയാണ്. എല്ലാം കേരളത്തിൽ മൊത്തത്തിൽ മഴയാണ്. അപ്പം കേരളം മാത്രമല്ല, കേരളത്തിന് പുറത്തും നല്ല രീതിയിൽ അത്യാവശ്യം മഴ എല്ലായിടത്തും ലഭിക്കുന്ന, മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം മഴ ലഭിക്കുന്നതാണ് അറിഞ്ഞത്. പക്ഷേ കേരളത്തിലെ കാര്യം ഒരു പ്രളയത്തിനോട് സമാനമായിട്ട് തന്നെ മഴയാണ് അല്ലേ? പ്രത്യേകിച്ച് നമ്മുടെ പത്തനംതിട്ടയിലും വടക്കൻ ജില്ലകളിലൊക്കെ തന്നെ ആയാലും, കോട്ടയം, എല്ലായിടത്തും വെള്ളം കയറി നിറഞ്ഞു. അപ്പം എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ശമനം ഉണ്ടാവട്ടെ, ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. കൂടുതൽ അപായങ്ങളോ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാവാതെ എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ആകട്ടെ എന്ന് പ്രാർത്ഥിക്കാം, ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. അപ്പം മറ്റ് ചാനലുകളിലുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ മഴയുടെ വാർത്തകൾ വന്നപ്പോഴത്തേനും ചാനലുകൾ മൊത്തം അതേ ഉള്ളൂ. അതിന് 2 ദിവസം മുമ്പ് ചാനൽ മൊത്തം കുട്ടിയെ വെച്ചുകൊണ്ടിരുന്നത് മറ്റേ MTMA ആയിട്ട് ഇടപാടുകളും മറ്റു കാര്യങ്ങളായിട്ടുള്ള അധ്യാപകർ, അതും സ്ത്രീകളെ അധ്യാപകരായിട്ടുള്ള BRC സെൻട്രൽ അധ്യാപകർ അല്ലേ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ആ വാർത്ത കാണുന്നില്ല, അവർക്ക് എന്ത് സംഭവിച്ചാൽ എന്താണെന്നൊക്കെയാണ് കാണുന്നത്. അപ്പോൾ മൊത്തം മഴയുടെ അപ്പോൾ മീഡിയാസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പറയാം, പിന്നെ മറ്റേത് കുറച്ച് നാളത്തെ അങ്ങ് നോക്കും, അത്രേ ഉള്ളൂ. പക്ഷേ ഒരിക്കലും ആ വാർത്ത ഒരിക്കലും മുക്കി വെക്കരുത്. കാരണം തക്കതായിട്ടുള്ള അതിനനുസരിച്ചുള്ള ശിക്ഷ അവർക്ക് കിട്ടിയേ പറ്റൂ. കാരണം അവരത് അധ്യാപകരാണ്, സ്ത്രീകളാണെന്ന് ആലോചിച്ച് നോക്കുക. കുട്ടികൾക്ക് വിദ്യ പറഞ്ഞു കൊടുക്കേണ്ട സ്ത്രീകളായിട്ടുള്ള അധ്യാപകന്മാർ ഒന്ന് ആലോചിച്ച് നോക്കുക. എന്തിനാണ് ഇതിൻ്റെയൊക്കെ പുറകെ? അവരെയൊക്കെ കണ്ട് സാമാന്യം തെറ്റില്ലാത്ത ആൾക്കാർ ആരെങ്കിലും വിശ്വസിക്കുമോ? എന്തിനാണ് ഇതിൻ്റെയൊക്കെ പുറകെ പോകുന്നത്? പുതിയ തലമുറയെ കെട്ടി വാർത്തെടുത്ത് കൊണ്ടുവരേണ്ട അധ്യാപകർ, അതും ഇന്നത്തെ കാലത്ത് വീട്ടിലുള്ള മാതാപിതാക്കളൊക്കെ, അതും സ്ത്രീകളെ പോലും ഇന്നത്തെ കാലത്ത് വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതും ഇത്തരത്തിലുള്ള, അതും അവരുടെ എയിംസ് കണ്ടില്ലായിരുന്നോ? ലേഡീസായിട്ടുള്ള വളർന്നു വരുന്ന കുട്ടികളെ, പെൺകുട്ടികളെ ആയിരുന്നു എയിം ചെയ്ത് വെച്ചിരുന്നത്. കാരണം ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള ആലോചിച്ച് നോക്കുക. അവനവന് കിട്ടുന്നത് 10 രൂപയെങ്കിൽ 10 രൂപ, അവനവന് കിട്ടുന്നത് കൊണ്ട് കഴിഞ്ഞു വിടുക എന്നുള്ളതല്ലേ വേണ്ടത്. എന്തിനാണ് ഇതിൻ്റെയൊക്കെ പുറകെ പോയിട്ട് ജീവിതം നശിപ്പിക്കുന്നത്? എന്തായാലും കേരള സർക്കാർ എടുത്ത ഈ ഒരു തീരുമാനം, ഓപ്പറേഷൻ ഈ തൂഫാൻ, ഇത് നമ്മളെല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. അത് വളരെയധികം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇനിയും അത് ഇതിൻ്റെ ഇരട്ടിയായിട്ട് ഈ ഒരു വിപത്തിനെ നമുക്ക് ഉന്മൂലനം ചെയ്യുക തന്നെ വേണം നമ്മുടെ നാട്ടിൽ നിന്ന്. ഓക്കെ, അപ്പം അതിനൊരു നന്ദി ഈ സർക്കാരിന് കൊടുക്കുകയാണ്. ബാക്കിയെല്ലാം ചെയ്ത് കാണിക്കുന്നതല്ല നമ്മൾ കാണുന്നുണ്ട്. വാർത്തകളായ തന്നെ എല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഇപ്പം